ഉറങ്ങിയാ? ഞാനാ? എന്തോ രാമേട്ടാ? എടി പെണ്ണെ, ഇതൊക്കെ വേറെ ആസനങ്ങളാണ്. അങ്ങനെ ഇതെന്ത് ഇപ്പം ഈ സമയത്ത് പാലി? യോഗയെന്ന് പറഞ്ഞ് വന്നിട്ടേ, ഇത് യോഗയൊന്നുമല്ല, ഇത് ഉറക്കം. കണ്ട, ഞാൻ ഇതാ കംപ്ലീറ്റ് ബിയർ കുളിച്ചത്, ഫുൾ കാലറീസ് ബേൺ ചെയ്ത്. ഞാനും മണിക്കുട്ടിയെ ജോലി കഴിഞ്ഞ ഏകദേശം ഈ ആസനമാണ്. അപ്പൊ നമ്മളും കംപ്ലീറ്റ് യോഗയാ. അത് വേറെ അമ്മ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. രാമേട്ടാ, പിന്നെ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്. അതെനിക്കറിയാം. ഐ ലവ് യു. ഐ ലവ് യു, കീ ലവ് യു എന്നല്ല, കല്യാണക്കാരൻ. കല്യാണം അത് പിന്നെ എന്തോന്നറിയാമോ? ഞാൻ വിചാരിക്കണേ എനിക്കൊരു 1 വർഷം വേണം. ഞാൻ വിചാരിക്കണേ ഇവിടെ കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട്. എനിക്കറിയാം നിനക്ക് വെപ്രാളാണെന്ന് എനിക്കറിയാം. അയ്യടാ, നമ്മുടെ കല്യാണക്കാരൊന്നും അല്ല. നമ്മളെ കല്യാണക്കാരി അല്ലേ? പിന്നെ എനിക്ക് കേൾക്കണ്ട. മണിക്കുട്ടാണ് കല്യാണക്കാര്യം. മണിക്കുട്ടാണ് കല്യാണം കഴിപ്പിക്കാന്. കഴിപ്പിക്കണം. അതായത് ഈ അടി ഇടി വെട്ട് കൂത്ത് കൃഷി പിന്നെ കുറച്ച് കുടുംബം, ഇതല്ല അങ്ങനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കലൊന്നും നടക്കുകയൊന്നുമില്ല. അണ്ണനാന്ന് വിട്ടൊന്നുമില്ല. ഇവിടെ കുറച്ചു കാലം, അവിടെ കുറച്ചു കാലം. എനിക്ക് അറിഞ്ഞൂടത് എവിടെ പോണെന്ന് പോലും മനസ്സിലാവില്ല. കാടാറ് മാസം, നാടാറ് മാസം, അങ്ങനെ നടക്കണ്. കല്യാണം കഴിപ്പിക്കാതിരുന്നാലേ അവസാനം ആരും കാണൂല. ഒരു വെള്ളം എടുത്തു കൊടുക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അത് സത്യം തന്നെ. നിർബന്ധിക്കുവോ? ഞാൻ നിർബന്ധിക്കാനേ? ഞാൻ പറഞ്ഞാ കേൾക്കൂല. ആര് പറഞ്ഞു? നിങ്ങളാണ് കൂട്ട്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ഞാൻ ഒരു കാര്യം പറയട്ടാ. ശരിക്കും ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നേ. ഇവിടെ രവിയണ്ണനും പിള്ളേരും മണിയും ഒക്കെ ഭയങ്കര കളിയാക്കലായിരുന്നേ. പക്ഷെ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു, എന്റെ അടുത്ത് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ വിടാൻ പറ്റൂല. കല്യാണം കഴിച്ചു. ശരിയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ ഞാൻ ഐസായിട്ട് സൈഡിൽ കൂടെ വരാം. ചോദ്യം ഞാൻ അറിയാത്ത പോലെ നിൽക്കാം. ഒരു കാര്യം പറഞ്ഞല്ലേ, ചിന്നൊരു കാര്യം അറിയാമോ? ഒരു ഒറ്റ രാത്രി കൊണ്ട് ഈ ധാരാവിയിൽ ഒഴിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട്. അതല്ല, പിന്നെ കല്യാണം നടത്തിയവനാണ് ഈ ഞാൻ. മനസ്സിലായ? ഇതല്ല, ഇതിനപ്പുറം കല്യാണം നമ്മൾ നടത്തിയത്. കൊടുക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് കുഴഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിൽ നീ മേടിക്കും. എടി ചിന്നു, ഈ മാവ് കുഴയ്ക്കാന്ന് പറഞ്ഞാലേ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മൾ എത്രത്തോളം ഇവനെ മർദ്ദിച്ച് അവസനാക്കുന്നു അത്രയും ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂടും. അത് നല്ല എന്നെ പോലെ നല്ല ആരോഗ്യമുള്ളവരെ ഇടിക്കണം. ആരോഗ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ആരോഗ്യം കാണും. വയസ്സാകാലത്തെ വല്ലതും വച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. അവസാനം മാവ് കുഴഞ്ഞിരിക്കും, ചൂടാൻ പറ്റൂല. ആർക്കാടി വയസ്സായത്? എനിക്ക്. അതെ, ഞങ്ങളുടെ നാട്ടിലെ ജോത്സ്യൻ ഉണ്ടല്ലോ, സത്യവ്രതൻ ജോത്സ്യൻ എന്റെ മുഖത്ത് നോക്കി ഗണിച്ചു നോക്കിയിട്ട് ഗണിച്ചു നോക്കി മുഖത്ത് നോക്കി ഗണിച്ചു പറഞ്ഞു. മുഖത്ത് നോക്കി ഗണിച്ചു പറഞ്ഞതാ. ഞാനും മമ്മൂട്ടിയും ഒരേ ഗ്രേഡാണ്. അയ്യോ, പക്ഷെ ഇവള് പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. ചേട്ടാ ഇങ്ങനെ പുരയും നിറഞ്ഞ് പഞ്ചായത്ത് നിറഞ്ഞ് ജില്ലയും നിറഞ്ഞ് നിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ. ഒരു കല്യാണം കഴിക്കണം ചേട്ടാ. എത്ര വർഷം കൊണ്ട് ഞങ്ങളൊക്കെ പറയാണ്. ഇനിയിപ്പോ സംസ്ഥാനം കൂടെ നിറയട്ടെ. ഭയങ്കര വിശപ്പ്. നാണോ ഇല്ലേ പിള്ളേരെ? ഉറക്കണിച്ച പാടെങ്കിൽ ചാടിത്തുള്ളി വരാനായിട്ട് പല്ലെങ്കിലും തേച്ചാ? അത് പിന്നെ ഞാൻ തേച്ചു. ഞാൻ തേക്കും ചെയ്ത് പിന്നെ വർക്കൗട്ടും കഴിഞ്ഞിട്ടാ വന്നേ. ഒരു കാര്യം ചെയ്യോ, എല്ലാരും അവിടെ പോയി ഡൈനിങ് ടേബിളിൽ ഇരിക്കോ, ഭക്ഷണം വിളമ്പി തരാം. എന്തോ കഴിക്കാൻ? മാമനും അച്ഛനുമാണ് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് ഇടിയപ്പവും മുട്ടക്കറിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നീ ഫോട്ടോ ഒക്കെ കൊണ്ടുവരുമോ? UK കളിയല്ല. ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിലേ ലാസ്റ്റ് അയാളെടുത്ത് ഉടുക്കും, നിന്നെ തറയെടുത്ത് അടിക്കും നിന്നെ. അപ്പൊ സെറ്റാണേ. ഓക്കെ. ഫുഡ് വന്നു. തരട്ടെ? യെസ്. എനിക്ക് പ്ലേറ്റ് തന്നില്ല. നീ കഴിക്കുന്നോടി? ചിന്നു.
എനിക്ക് നാളെ തൊട്ട് ചപ്പാത്തി തന്നാ മതി കേട്ടോ. രാമേട്ടാ ഫുള്ളൊന്ന് സ്ലിമ്മായി ബ്യൂട്ടിഫുൾ ആവാ. കല്യാണങ്ങളൊക്കെ വരെയില്ലേ? അപ്പൊ നല്ല ചിന്തയൊക്കെ ഉണ്ടേ. വേണ്ടേ? പിന്നെ ജിന്നു, ആ നമ്മളെക്കാളുള്ള മൂത്ത ആൾക്കാരെ പ്രായമുള്ളവര് ഇവിടെ നിൽക്കുമ്പോ ഞാൻ കല്യാണം കഴിക്കണത് ഒരു മോശമല്ലേ? മോശമല്ലേ? ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നതേ പിടിക്കാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളെ മാമനെ, സ്വന്തം മാമനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുവോ? നിങ്ങൾ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലല്ലോ. സെറ്റാണ്. വേണ്ടേ? പണിക്കുട്ടാണന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി നമ്മുടെ കല്യാണം. അങ്ങനെ പറ. മണിക്കൂറാണ്. ഒരു കാര്യം ഞാൻ പറയട്ടോ, സമയം ഒരുപാടായി. അതിനുവേണ്ടി സമയമൊന്നും ആയിട്ടില്ല. ആരെ കഴിക്കാനല്ല, കല്യാണം കഴിക്കാൻ സമയം ആയെന്നാ. കഴിഞ്ഞ്. മാമന് വല്ല അഫയർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ നടത്തി തരാം. മടിയന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഴിച്ചിട്ട് അതാണ് പോയിക്കോണം. അഫയറും പറഞ്ഞോണ്ടിരിക്കുന്നു. അണ്ണ അവള് പറയുന്നതിലും കാര്യമുണ്ട്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അത് നടത്താം. എടി, എനിക്ക് അങ്ങനെ ഒരു അഫയർ ഇല്ല. അങ്ങനെ അഫയർ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞ. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ അളിയാ, ഇതെവിടെ പോയി? ഞാൻ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ അസോസിയേഷന്റെ മീറ്റിംഗ്. റെസിഡൻസ് അസോസിയേഷൻ. റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അണ്ണാ, രവി അണ്ണാ, ഈ മണിക്കൂട്ടണ്ണന്റെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയില്ല. നിങ്ങൾ അളിയനല്ലേ? എടാ രാമ, നീ ആരോട് പറഞ്ഞു? ഞങ്ങളെ എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങളെ മടുത്ത് പറഞ്ഞു. എല്ലാവരും മടുത്താ തോറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ സകല ഡീറ്റെയിൽസ് വെച്ച് മണിക്കൂട്ടണ്ണന്റെ ഫോട്ടോയും കൂടെ വെച്ച് എന്റെ കൂട്ടുകാരന്റെ ബ്യൂറോയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ആരോട് ചോദിച്ചിട്ട്? എന്നോട് ചോദിച്ചിട്ട്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ അത് വേണ്ട. എന്ത് നന്നായി. എന്താ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതൊന്നും വേണ്ട. നന്നായിടാ. രവിയാണ് എന്റെ കൂട്ടുകാരെ. നമ്മളെ UK സത്യന്റെ അവിടെ. UK ഓ, ഉച്ചക്കട ഉള്ള ഉച്ചക്കടയില്. അങ്ങനെയല്ല, അവൻ കൊള്ളാം. മണിക്കുട്ടാ, ഒരു കാര്യം പറയട്ടാ. ഇതാ ഇവരെല്ലാരും കൂടെ ഇത്ര കാര്യമായിട്ട് പറയും. ഇതാ ഇവ ഇപ്പൊ മുൻകൈ എടുത്ത് ഇതിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കാര്യം? സ്നേഹം. മനസ്സിലായോ? സ്നേഹം. അതെ, ഞാനിങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നതേ നിങ്ങൾക്ക് ആർക്കും പിടിക്കുന്നില്ല. എന്റെ മണിക്കുട്ട, ഈ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നത് ഈ ചരട് പൊട്ടിയ പട്ടം പോലെയാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പോവും. മനസ്സിലായോ? ഇതാ എന്നെ നോക്ക്, കല്യാണം കഴിച്ചു, ഭാര്യയും 2 മിടുക്കികളായ കുട്ടികളുമായിട്ട് ജീവിക്കുന്ന കണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും. അതെ, സന്തോഷമായിട്ട് ജീവിക്കും, സമാധാനമായിട്ട്. എത്ര കാലമായി അളിയാ ഞാനിതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അളിയൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ 2 പെൺപിള്ളേരുണ്ടായിട്ട് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല? അത് ചില അതെ, ഇങ്ങനെ ഒരു അച്ഛനുള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നു. അളിയാ, ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു അത്യാവശ്യം വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാ ഭാര്യയും മക്കളെയും നമ്മുടെ കൂടെ കാണുള്ളൂ, ആത്മാർത്ഥമായിട്ട്. മനസ്സിലായോ? അതെ, ഞാൻ ഇച്ചിര സ്വതന്ത്രമായിട്ടും സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അതായത് ഏതാണ്ട് സിംഗിൾ ലൈഫ്, ഹംബിൾ ലൈഫ്. കേട്ടാ? അയ്യോ, ഒരു മിനിറ്റ്. ഫോണ് തന്നെ. ഹലോ, പറ. കഴിച്ചാ? ഇത്ര പെട്ടെന്നാ? കുഴപ്പമില്ല, നമ്മളെ കാണും. നമ്മള് കാണും. വാ, കുഴപ്പമില്ല, വാ. ശരി. സത്യം ഇന്നിങ്ങോട്ട് വരാന്ന് വൈകുന്നേരം. അണ്ണാ, ഞാൻ ഒരു കാര്യം പറയണ. അവ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ആളാണ്. പറയണ ഒന്നുമില്ല, അയാളെ വരാൻ പറഞ്ഞു. ഇന്നത് ശരിയാത്തില്ല. അതൊക്കെ ശരിയോ? അണ്ണൻ വിഷമിക്കണ്ട. ഇതിനകത്ത് അവൻ ഇഷ്ടംപോലെ ഫോട്ടോ ഉണ്ട്. അവൻ കൊണ്ടുവന്ന ഫോട്ടോ ഇഷ്ടപ്പെട്ട കണ്ടാ മതി. ഇന്നൊന്നും കല്യാണം കഴിക്കണ്ട, സമയമുണ്ട്. അതെ, അളി ഇവിടെ തന്നെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അല്ല, ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വേണം കേട്ടാ. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ അവൻ വേറെ കാണിക്കും. അത്രേ ഉള്ളൂ. കാണൂല ഫോട്ടോ. എന്തായാലും ഈ ഫോട്ടോ മണിക്കൂറിന് സമ്മതമാണ്. സമ്മതിച്ചു. ചിരി വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഹൗസ്. സൂപ്പർ വീട് കേട്ടോ.
അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പയ്യനെ വിളി. പയ്യൻ പയ്യൻ മോളിലാ. അണ്ണാ മണിക്കൂറണ്ണാ അളിയോ ഫോട്ടോസ് ഒന്നും ആ ഫോട്ടോ കൊടുക്കാം. ആ ചേട്ടൻ വന്നേ. അച്ഛനാണ് വിളിക്കാൻ പറഞ്ഞത്. മോനെ വിളി. മണിക്കൂട്ട ഇങ്ങ് വന്നേ. ഇനി വന്നേ. ഇതാണ് ഇതാണ് ചെക്കൻ, ചെറുക്കൻ. എന്റെ ചേട്ടൻ. ആ ഇവളുടെ ചേട്ടൻ എന്റെ അളിയൻ. ഇതാ നമ്മുടെ സത്യൻ UK. നമസ്കാരം. പറഞ്ഞില്ലേ? നമസ്കാരം. മറ്റേ പെണ്ണുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എല്ലാരും നോക്കണം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയല്. നോക്ക്. ഉഷ എങ്ങനെയുണ്ട്? നീ അങ്ങോട്ട് നോക്ക്. എല്ലാരും അടുത്ത് വെച്ച് നോക്ക്. കുഴപ്പമില്ല. കോങ്കണ്ണായി പോയി മിണ്ടുന്നില്ല. നിങ്ങളുടെ കംപ്ലൈന്റുകളൊന്നും പറയണം. അല്ല കംപ്ലൈന്റ് ഉണ്ടെന്ന്. വേണ്ട വേണ്ട, അടുത്ത് നോക്കോ. വേറെ ഇത് നോക്ക്. വേണ്ട, ഇത് കണ്ടു. ശരിയാവില്ല. രാജേശ്വരി എങ്ങനെയുണ്ടോ നോക്ക്. അല്ല, ഐശ്വര്യ നോക്ക്. വേറെ ഓരോന്നും. ഐശ്വര്യമുള്ള ഇല്ല. മുടിയില്ലേ? തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ല. അപ്പൊ നേരത്തെ കാണിച്ചല്ലേ ഇല്ല, കുത്തി വെച്ച അത് ഫോട്ടോ കാണാൻ ആണ്. പാടില്ല. അതെ ഈ വലിയ മോഡേൺ ആയിട്ടുള്ള കുട്ടി വേണ്ട. വേണ്ടേ? കുറച്ച് നാടൻ. നമുക്ക് ഒതുക്കോ അടക്കോ ഒതുക്കോ കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് അടക്കം ഒതുക്കം. അതെന്റെ ഭാര്യ. ഇവിടെ എവിടെയോ ഞാൻ ഒരു പെണ്ണെ കണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം. നോക്കിയേ നോക്കണി. വേണ്ട, അതിനെക്കാലുവേ ഇത് കൊള്ളാം. ഏത്? UKG. നോക്ക്, എല്ലാരും നോക്ക്. അത് കൊള്ളാം. ഒരാളെ അഭിപ്രായം എല്ലാരും നോക്ക്. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതിനാവുമ്പോ നല്ല കുലീനത്വം ഉണ്ട്. നല്ല ഒരു കുടുംബത്തിൽ പറഞ്ഞ കൊച്ചിന്റെ ലുക്ക് നീയേ മണിക്കൂടെ കാണിച്ചേ. കൊള്ളാം. ചേട്ടൻ അപ്പൊ ഇത് ഫിക്സ്. മണിക്കൂട്ടാ അങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇതൊന്ന് നോക്കിയേ. പുള്ളിക്ക് താല്പര്യമില്ല ഇതില്. നോക്കണ നോക്കണേ ഇവിടെ. ചേട്ടാ നോക്കിയിട്ട് മണിക്കൂട്ടിന് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് പോയി പെൺകുട്ടിയെ കാണാം. അത്രേ ഉള്ളൂ. നോക്ക്. ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടാണ്? ഇല്ല. ഇല്ലെന്ന് അല്ല ഇഷ്ടപ്പെട്ടു. അല്ല അല്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വിട്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. അത് ശരി. അത് കൊള്ളാം. സ്വീറ്റി അല്ലേ? സ്വീറ്റി അല്ലേ? സ്വീറ്റിയോ? സ്വീറ്റിയോ? സ്വീറ്റി എന്നല്ല പേര്. പെണ്ണിന്റെ പേര് ശകുന്തള ഗോപിനാഥ്. നല്ല പേരല്ലേ? കൊള്ളാം. ശകുന്തള ഗോപിനാഥ്. കൊള്ളാം. പെണ്ണിന്റെ അച്ഛന്റെ പേര് അറിയാമോ? ഗോപിനാഥ്. ഗോപിനാഥാണെന്ന് അറിയാമോ? ഇല്ല. അല്ല പിന്നെ പേര് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ശകുന്തള ഗോപിനാഥ്. ഓ അങ്ങനെ. ബ്രില്യന്റ് ആണ് കേട്ടോ. ആ പിന്നെ പെണ്ണിന്റെ ആസ്തിയെ കുറിച്ച് അറിയാമോ? കണ്ണത്ത ദൂരത്ത് സ്വത്ത് കിടക്കില്ലേ അച്ഛൻ. അച്ഛന് സ്വന്തമായിട്ട് 2 ജ്വല്ലറി ഉണ്ട്. കനകമ്മ ജ്വല്ലറി കേട്ടിട്ടില്ലേ? ഏത്? കനകമ്മ ജ്വല്ലറി കേട്ടിട്ടില്ലേ? ഓ കേട്ടിട്ടുണ്ടോ? ഒരാളുകൾ കേട്ടിട്ടുണ്ടല്ലോ. ആ അപ്പൊ പെണ്ണിന്റെ ഡിമാൻഡ് ഞാൻ പറയാം. പെണ്ണിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ശാലീന സുന്ദരി ആയതുകൊണ്ട് വീട്ടിൽ വെച്ച് പെണ്ണ് കാണാൻ നടക്കില്ല. പിന്നെ അതെന്തോന്നു ശാലീന സുന്ദരി? അല്ല സാധാരണ അങ്ങനെയാണല്ലോ. അതാണ് നാട്ടു നടപ്പ്. എങ്കിലും പെണ്ണിന്റെ ഡിമാൻഡ് ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ വെച്ച് ഇത് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് വല്ല റെസ്റ്റോറന്റിലോ പാർക്കിലോ അവിടെ എവിടെയെങ്കിലും വെച്ച് നടത്താം. അങ്ങനെ അത് കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ട്. എന്തെങ്കിലും വിഷയമുണ്ടോ? വിഷയമൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ നടക്കണതല്ലേ എല്ലായിടത്തും. നടത്താം. അപ്പൊ നമുക്ക് അതങ്ങനെ തീരുമാനിക്കാം. അപ്പൊ എപ്പോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ കാണണം. അപ്പൊ നിങ്ങളെല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരുന്നോ. ഞാൻ പെണ്ണിന്റെ അച്ഛനെ ഫോൺ വിളിച്ച് ബാക്കിയുള്ള വിവരങ്ങൾ പറയാം. അതെ മാമ, ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കാണൽ നേരിട്ട് കണ്ടിട്ടില്ല. അത് ഞാനും കണ്ടിട്ടില്ല. മാമന്റെ ടെൻഷനും പരവേശവും ഒക്കെ കാണുമ്പോൾ മാമന്റെ കൂടെ പെണ്ണ് കാണാൻ ഞാനും വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മാമന്റെ അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ പോരെ. ഗുഡ് ബോയ്, വെരി ഗുഡ്. അല്ല നീ ഒറ്റയ്ക്ക് വേണ്ട, എന്റെ മൂത്തോളെ കൂടെ വിളിച്ചു. അല്ല, അവക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യം ഇല്ല, പറഞ്ഞു, ഞാൻ ചോദിച്ചു. ആണോ? ആ, നമുക്ക് പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഒരു മയത്തിൽ വേണം പെണ്ണിനോട് സംസാരിക്കാൻ. അപ്പോ പെങ്കൊച്ചൊന്നുമല്ല, കോടീശ്വരിയാണ്, കോടീശ്വരി. ഇതെന്താ സൗണ്ടിലൊരു മാറ്റം? വിറക്കിയാണ്. മാമന്റെ സ്റ്റൈലാ. ഞാനൊരു കാര്യം പറയട്ടെ, കൊള്ളാവാക്കരുത്. പെണ്ണിനോട് ഞാൻ ധൈര്യശാലി എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് പൊക്കി വെച്ചിരിക്കുന്നു. ആണല്ലോ. കട്ടക്ക് തിന്നു. ഇതെന്താ ഗുണ്ടേ? അല്ല ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ.
ആദ്യമായിട്ടുണ്ടാകണ്ട മാമ ആദ്യമായിട്ട് അണ്ണാ ഒന്നുമില്ല. ആറ്റിറ്റ്യൂഡ് വിടല്ലേ മാമ, നാളെ കിടക്കല്ലേ. ഒരു കുഴപ്പമില്ലെന്നേ. ആ പിന്നെ ഈ പെണ്ണിന് ഞാൻ പറഞ്ഞു കേരളത്തിൽ 2 ജ്വല്ലറി ഉണ്ടെന്ന്. ഇപ്പൊ ദുബൈയിൽ കെട്ടണം തുടങ്ങാൻ പോവുകയാണ്. ഈ പേര് തന്നെ ഈ കനകമ്മയല്ല, അത് ജഗദമ്മ. പെണ്ണിന്റെ അച്ഛൻ 2 ഭാര്യമാരാണല്ലോ. അതും തറവാടിയാണ്, കാശുള്ളവരാണ്. അല്ല വലിയ പണക്കാരാണ്. അപ്പം പെണ്ണിന്റെ വണ്ടിയാണ് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കട്ടക്ക് ബൈക്കിലാ പറഞ്ഞ? ബൈക്കിലോ? അപ്പൊ ഡ്രൈവർ കാണൂ. കാറില് വലിയ കോടീശ്വരിയല്ലേ. ഓ കാർ. അപ്പൊ ഇവിടെ ഒന്ന് ഡീൽ ചെയ്തോളാം. നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിരിക്കും. എന്ത് പറയുന്നു? അതാ നല്ലത്. അളിയ നിന്ന് സംസാരിക്കും. അല്ല ഒറ്റയ്ക്ക് എന്നെ അതിന് ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം. പിന്നെ എന്റെ പൊന്നാണ് അണ്ണനല്ലേ പെണ്ണ് കെട്ടാൻ പോണത്. അല്ല അതാണ് അല്ല നാണം കെടുത്തില്ല പുലിനട കുടുംബം അറിയാല. അല്ല എനിക്ക് ഈ പിന്നെ ഈ ആദ്യമായിട്ട് അങ്ങനെ തന്നെ എല്ലാരും പെണ്ണ് കാണുന്നത്. ശ്വാസം വലിച്ചിടും. അപ്പൊ എല്ലാം പറഞ്ഞോലെ ഓൾ ദി ബെസ്റ്റ്. വാ നമുക്ക് വലിയ നമ്മളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പോവാന്നോ? അല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വേണ്ട ഇങ്ങനെ മതി. പൊളി സൂപ്പർ. വാ അച്ഛാ, വാ എല്ലാരും വാ. ഇങ്ങോട്ട് വാ അച്ഛാ. മക്കളെ മറങ്ങണ കണ്ടാ എങ്ങനെയുണ്ട്? അയ്യോ പൊളിച്ച്. പൊളിഞ്ഞു. നിങ്ങളെ ശാലീന സുന്ദരി എന്നല്ലേ പറഞ്ഞത്? ഡേ, ആ ചുമന്ന ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്ന ജല്ലിക്കെട്ട് കാളയാണത്. നിനക്ക് അറിഞ്ഞൂടാ? ഐ എം എക്സ്ട്രീംലി സോറി. എന്റെ ഒരു ബോയ് ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതാണ് ഞാൻ കുറച്ച് വൈകിപ്പോയത്. സോറി. ഓക്കെ ഉള്ളത് പറയാമല്ലോ മണിക്കുട്ട, എനിക്ക് ഈ കൺവെൻഷൻ രീതിയിലൊന്നും ഒട്ടും താല്പര്യമില്ല. ശകുന്തളക്കാട്ടിലൊരു 10 വയസ്സ് മൂത്തതാ ഞാന്. അതുകൊണ്ട് മണിക്കുട്ടാന്നൊക്കെ ഉള്ളൊരു വിളി അത്ര ശരിയാന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാ? മണിക്കുട്ട, എനിക്ക് ഈ നാണിച്ച് ഈ ചായയൊക്കെ കൊണ്ടുവന്ന് ഈ ഇങ്ങനെ കാലൊക്കെ വരച്ച് ഉള്ള ആ ഒരു നാണിച്ചുള്ള ഒരു ക്യാരക്ടർ എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലേസിൽ ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തതാ. ഓക്കെ. സിഗരറ്റ് ഉണ്ടോ? ഞാൻ വലിക്കത്തില്ല. കുട്ടി വലിക്കൂ? ഞാന് മണിക്കുട്ടന്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനേ എടുക്കാതെ വന്ന്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നെ ഇനി വിളിക്കണ്ട മോളെ. എനിക്ക് അറിഞ്ഞൂടെ. ശകുന്തള കുടിക്കൂ? അങ്ങനെ ചോദിച്ചാൽ ബിയർ, പക്ഷെ മോർ ദാൻ ഹോട്ട്. ഒന്നുമില്ല. ഞാനിനി ശരിക്കും കാര്യത്തിലോട്ട് വരാം. എനിക്ക് ഈ ഒളിവും മറവും ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. സോ ഓപ്പൺ, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കണ്ടു കാണും മണിക്കുട്ടൻ? ഇല്ല, എനിക്ക് കണ്ടില്ലേ? ഇല്ല. ശകുന്തല എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ്? എനിക്ക് ഈ ഫേസ്ബുക്കും ഒന്നുമില്ല, ഇല്ലേ? പേജില്ല. മണിക്കൂട്ടം നോക്കണം കേട്ടാ. അല്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? തോണി, എണ്ണ തോണി. ആർക്ക്? നിനക്ക് എന്നടേ? എനിക്കൊരു മൂടില്ല, ചെന്ന് കിടക്കും. വാട്സാപ്പിനല്ല. ഇതിന് ഞാൻ കേസ് പറയാം. സി മണിക്കുട്ട, എനിക്ക് ഒരു ഭരിക്കുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് ആവശ്യം. എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെയാണ് എനിക്ക് ലൈഫിൽ ഒരു ആവശ്യമുള്ളത്. ശകുന്തള പോലെ ഇത്ര മഹതിയായിട്ടുള്ള ഒരു യുവതിയെ പരിചയപ്പെടാനും നേരിട്ട് കാണാനും ഒക്കെ ഭാഗ്യമുണ്ടായല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാനങ്ങോട്ട്. അപ്പൊ എന്നോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ?
അല്ല പിന്നെ ഈ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴ് പിന്നെ ശകുന്തളയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. ഐ ലൈക്ക് യുവർ ഹ്യൂമൻ സെൻസ്. അപ്പോ എനിക്കൊരു വാക്കുണ്ട്. ഈവനും ആക്കും അല്ല, പിന്നെ റാം വാക്ക്. യു നോ ഐ എം എ മോഡേൺ ഓൾസോ. അപ്പോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി കേട്ടോ. സിലി ബോയ്. ബൈ. അളിയന്റെ വരവ് കണ്ട എന്നവ ഉറക്കക്കരയും കുഞ്ഞളിയ ഇവന്റെ പേരെന്തോന്നാ? UK ഉച്ചക്കട. ഉച്ചക്കട സത്യൻ അല്ലേ? മണിക്കൂട്ട. അതെ, അളിയന്മാർ വല്ലതും പറയാനോ? ആണെങ്കിൽ നേരിട്ട് സംസാരിക്കാം. പറയ്. ഇത് അവന്റെ വിധി. മക്കളെ വാ, നമുക്ക് ബോംബെ മുട്ടായി. പെറ്റുമുണ്ടും ബ്ലൗസും ഇട്ട കുലസ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരാടാ എനിക്ക് കൊണ്ടുവന്ന് തന്നത്? അതവര് ഓണത്തിന് ഫോട്ടോ എടുത്ത ആ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത്. ഫോട്ടോഷൂട്ടിന്റെ മണിക്കൂട്ട, എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ തല്ലുന്നേ? മണിക്കൂട്ട, പാവോ, അവള് ഫെമിനിസ്റ്റ് ആളിയാ. അവള് വെള്ളമടിക്കും, സീറ്റ് വലിക്കും. വല്ലപ്പോഴേ ഉള്ളു, വേറെ പ്രശ്നം എപ്പോഴും ഉള്ളു. ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഫോറിനേഴ്സ് ജപ്പാനിൽ സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ജോലിയുള്ള ജപ്പാനീസ് സ്ത്രീ ജക്കോസോ സുക്കോ എന്നാണ് പേര്. നോക്കിയാലോ?